CMA എക്സാമിനേഷൻ ജൂൺ 2024 സ്റ്റുഡൻസിനുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് പറയാൻ പോകുന്നത്. ഷോർട്ടായിട്ട് പോയിൻറ്റ്സ് മാത്രം പറയാം. ടോപ്പിൽ റൈറ്റ് സൈഡിൽ റോൾ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് അഡ്മിറ്റ് കാർഡിൽ നോക്കി കറക്റ്റ് റോൾ നമ്പർ എഴുതുക. അതുപോലെ ഡാർക്കൺ ചെയ്യുക, സർക്കിൾ ഡാർക്കൺ ചെയ്യുക. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ റോൾ നമ്പർ വേർഡ്സിൽ എഴുതുക. അതുപോലെ സബ്ജക്റ്റ് കോഡും എഴുതുക. അതുപോലെ തന്നെ ഡാർക്കൺ ചെയ്യുക, സർക്കിൾ ഡാർക്കൺ ചെയ്യുക. അതെന്ന് പറയുന്നത് ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ റോൾ നമ്പർ പോർഷൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് സബ്ജക്റ്റ് കോഡിൻ്റെ ബോക്സ് കാണും. അത് എഴുതുക, അതുപോലെ ഡാർക്കൺ ചെയ്യുക. അതുപോലെ തന്നെ മീഡിയം ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ അതും മാർക്ക് ചെയ്യുക. അതുപോലെ സബ്ജക്റ്റ് കോഡ് ഡാർക്കൺ ചെയ്യുക. സിലബസ് 2022 ആണ്, അത് ഡാർക്കൺ ചെയ്യുക. ഐദർ ബ്ലൂ ബോൾ പോയിൻറ്റ് പെൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിൻറ്റ് പെൻ യൂസ് ചെയ്യാം. ഇപ്പോൾ സിലബസ് 2016 ഇല്ലാത്തതുകൊണ്ട് സിലബസ് 2022 മസ്റ്റായിട്ട് ഡാർക്കൺ ചെയ്യണം. എക്സാം ഫോം സബ്മിറ്റ് ചെയ്യുന്ന ടൈമിൽ മീഡിയം ഏതാണോ കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടതും. 2 ലാംഗ്വേജസും മിക്സ് ചെയ്തെഴുതിയ ആൻസർ ബുക്ക് ക്യാൻസൽ ചെയ്യും. എക്സാം ഹോളിൽ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിട്ടുള്ള സീറ്റ്സിൽ മാത്രം കാൻഡിഡേറ്റ്സ് ചെന്നിരിക്കുക. അലോട്ട് ചെയ്ത സീറ്റ്സിലല്ലാതെ അത് ചേഞ്ച് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ ആൻസർ സ്ക്രിപ്റ്റ് ക്യാൻസലേഷന് ലയബിളാണ്. പ്രീവിയസ് എക്സാമിനേഷന് എക്സംഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവെയിൽ ചെയ്യാം. പക്ഷേ എക്സംഷൻ ഗ്രാൻഡ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് അതിനുശേഷം എക്സാം അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വിഡ്രോൺ ചെയ്തതായിട്ട് ട്രീറ്റ് ചെയ്യും. അറ്റൻഡൻസ് ഷീറ്റിൽ സിഗ്നേച്ചർ ഇടുന്ന ടൈമിൽ ഇൻവിജിലേറ്ററിന് നമ്മൾ അഡ്മിറ്റ് കാർഡ് ഹാൻഡ് ഓവർ ചെയ്യണം. ആൻസർ സ്ക്രിപ്റ്റ് ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇൻവിജിലേറ്ററിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിൽ അഡ്മിറ്റ് കാർഡ് തിരിച്ച് വാങ്ങണം. ഇൻവിജിലേറ്ററിൻ്റെ സിഗ്നേച്ചർ ഉണ്ടോയെന്നും ചെക്ക് ചെയ്യുക. ആൻസർ സ്ക്രിപ്റ്റിൻ്റെ അലോട്ടഡ് പോർഷനിലല്ലാതെ വേറൊരു സ്ഥലത്തും ആൻസർ ബുക്കിൻ്റെ വേറൊരു സ്ഥലത്തും നമ്മൾ നെയിം, രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പർ പോലുള്ള കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല. മാത്രമല്ല സെൻറ്ററും എഴുതാൻ പാടില്ല. അതായത് ഇത്രയേ ഉള്ളൂ. കാൻഡിഡേറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും എന്തിലെഴുതാൻ പാടില്ല, ആൻസർ സ്ക്രിപ്റ്റിൻ്റെ വേറൊരു പാർട്ടിലും എഴുതാൻ പാടില്ല എക്സെപ്റ്റ് ദ പ്ലേസ് അലോട്ടഡ്. എക്സാം തുടങ്ങുന്നതിന് 15 minutes മുന്നേ മാത്രമേ എക്സാം ഹോളിൻ്റെ ഡോറ് ഓപ്പൺ ചെയ്യപ്പെടുകയുള്ളൂ. എക്സാം തുടങ്ങുന്നതിന് മുന്നേ എല്ലാവരും അലോട്ടഡ് പ്ലേസ് പോയി ഇരിക്കുക. എക്സാം ഇൻചാർജിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മാത്രമേ ലേറ്റ് കമേഴ്സിന്, അതും 30 minutes കൂടുതൽ ലേറ്റ് ആവാൻ പാടില്ല. അവരുടെ ഡിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമേ അവർക്ക് എക്സാം എഴുതാൻ അലവൻസ് ഉള്ളൂ. ഫസ്റ്റ് സെക്ഷൻ 9:45 AM to 10 AM. സെക്കൻഡ് സെക്ഷൻ 1:45 PM to 2 PM. ഈ ടൈം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യാനും പ്ലാൻ ചെയ്യാനുമുള്ള ടൈമാണ്. ഷെഡ്യൂൾഡ് ടൈമിൽ എക്സാമിനേഷൻ കമൻസ് ചെയ്യുന്നതിന് മുന്നേ കാൻഡിഡേറ്റ്സിന് എക്സാം എഴുതാൻ അലവൻസ് കൊടുക്കുന്നതല്ല. അതുപോലെ മസ്റ്റായിട്ട് കൊണ്ടുപോവേണ്ട ഒരു കാര്യം അഡ്മിറ്റ് കാർഡ് മാത്രമല്ല വേറെ എന്തെങ്കിലും ID പ്രൂഫ്, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ID കാർഡ് അല്ലെങ്കിൽ വോട്ടർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ആധാർ, ഇതിലേതെങ്കിലും ഒരു കാര്യം മാത്രം വേണം ID പ്രൂഫിന് വേണ്ടിയിട്ട്. മാത്രമല്ല അഡ്മിറ്റ് കാർഡ് മസ്റ്റായിട്ട് എടുക്കണം. അഡ്മിറ്റ് കാർഡിൽ ഒന്നും എഴുതാൻ പാടില്ല. ID പ്രൂഫ് എല്ലാ ദിവസവും അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ എക്സാം ഹോളിൽ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ എക്സാം ഹോളിൽ എൻട്രി ചെയ്യാൻ അലോ ചെയ്യുന്നതല്ല. അതല്ലാതെ എക്സാം ഹോളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം സ്പെഷ്യൽ പെർമിഷൻ അല്ലെങ്കിൽ ലെറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിരിക്കണം. എന്ത് ഗ്രാൻഡ് ചെയ്തുകൊണ്ട് എക്സ്ട്രാ ടൈം അല്ലെങ്കിൽ സ്ക്രൈബ് അല്ലെങ്കിൽ റൈറ്റർ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം ആസ് വെൽ ആസ് സ്ക്രൈബ് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം. പിന്നെ ഫേസ് മാസ്ക് ഉണ്ടാവും. പിന്നെ 50 അല്ലെങ്കിൽ 100 ml സാനിറ്റൈസർ, അതും ട്രാൻസ്പെറൻറ്റ് ബോട്ടിലുണ്ടായിരിക്കണം. പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് പെൻ, പെൻസിൽ, ഇറേസർ, ഓർഡിനറി ആയിട്ടുള്ള നോൺ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ, സ്കെയിൽ, പിന്നെ എന്തെങ്കിലും മറ്റ് സ്റ്റേഷനറി ഐറ്റംസ് ആവശ്യമുണ്ടെങ്കിൽ അതും ട്രാൻസ്പെറൻറ്റ് പൗച്ചിലായിരിക്കണം. പിന്നെ വാട്ടർ ഡ്രിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം. ഹൗവർ ഡ്രിങ്കിങ് വാട്ടർ എക്സാം സെൻറ്ററിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ട്രാൻസ്പെറൻറ്റ് എക്സാമിനേഷൻ ബോർഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റിസ്റ്റ് വാച്ച്, അതും
ടൈം, ഡേറ്റ്, ഡേ ഇതല്ലാതെ മറ്റൊരു ഫീച്ചേഴ്സും ഡിസ്പ്ലേ ചെയ്യാൻ പാടില്ല. പിന്നെ സ്പെഷ്യലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ സ്പെഷ്യൽ പെർമിഷൻ അല്ലെങ്കിൽ ലെറ്റർ അത് ക്യാരി ചെയ്യണം. ഫ്രം ദ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നിട്ടുള്ള സ്പെഷ്യൽ പെർമിഷൻ അല്ലെങ്കിൽ ലെറ്റർ ക്യാരി ചെയ്യണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രജിസ്റ്റർ ചെയ്ത സെയിം നെയിം ആയിരിക്കണം കാൻഡിഡേറ്റ് യൂസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ ഓൺലൈൻ കറക്ഷൻ വിൻഡോ വഴി റിസൾട്ട് പബ്ലിക്കേഷന് മുന്നേ അത് റെക്ടിഫൈ ചെയ്തിരിക്കണം. ഇൻവിജിലേറ്റർ അല്ലെങ്കിൽ സെൻറ്റർ ഇൻചാർജ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഓൺ ഡിമാൻഡ് അവർ ഡിമാൻഡ് ചെയ്യുന്ന പ്രകാരം സ്റ്റുഡൻറ്റ് ID കാർഡും അഡ്മിറ്റ് കാർഡും അവർ ഓരോ കാൻഡിഡേറ്റ്സും അവരെ ഷോ ചെയ്യണം. കാൻഡിഡേറ്റ്സിന് എക്സാം സെൻറ്ററിൻ്റെ വെന്യൂ നേരത്തെ കൂട്ടി എന്ത് ചെയ്യാം, വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തിനാ, ഇൻകൺവീനിയൻസ് അല്ലെങ്കിൽ സമയത്ത് എത്തുന്നില്ല എന്നുള്ള പ്രോബ്ലംസൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാം കമൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ തുടങ്ങി ഹാഫ് ആൻ അവറിന് ശേഷം എക്സാം ഹാളിൽ എൻ്റർ ചെയ്യാൻ കാൻഡിഡേറ്റ്സിന് അനുവദനീയമല്ല. അതുപോലെ എക്സാം തുടങ്ങി 2 hours കഴിയാതെ എക്സാം ഹാളിൽ നിന്ന് പുറത്തു പോകാനും പെർമിറ്റഡ് അല്ല. എക്സെപ്റ്റ് എന്തെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ എമർജൻസി കേസസ് വന്നാൽ കുഴപ്പമില്ല. അവർ എന്ത് ചെയ്യണം, അവരുടെ ആൻസർ സ്ക്രിപ്റ്റ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ആർക്ക് കൊടുക്കണം, ഇൻവിജിലേറ്ററിന് സബ്മിറ്റ് ചെയ്യണം. എക്സാം സെൻറ്ററോ സീറ്റോ ചേഞ്ച് ചെയ്യുന്നുള്ള ഒരു റിക്വസ്റ്റും എൻ്റർടൈൻ ചെയ്യുന്നില്ല. അഡ്മിറ്റ് കാർഡിലുള്ള എക്സാം സെൻറ്റർ ഫൈനലാണ്, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് അഡ്മിറ്റ് കാർഡിലുള്ള അല്ലാതെ ഏതെങ്കിലും എക്സാം സെൻറ്ററിലാണ് കാൻഡിഡേറ്റ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ ആൻസർ ബുക്ക് അല്ലെങ്കിൽ റിസൾട്ട് ക്യാൻസൽ ചെയ്യാൻ ലേബിളാണ്. മാത്രമല്ല ലോ പ്രകാരം ഡിസിപ്ലിനറി അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻസ് എടുക്കും. എക്സാം സെൻറ്ററിൻ്റെ എൻട്രൻസിൽ പ്രൊമിനൻറ്റ് പ്ലേസിൽ അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ കാണാൻ പറ്റുന്ന പ്ലേസിൽ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കും. എക്സാം ഹാളിൽ അല്ലെങ്കിൽ റൂമിൽ സീറ്റ്സ് അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവരുടെ റോൾ നമ്പറിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ സീറ്റ്സ് അലോട്ട് ചെയ്തിരിക്കുന്ന സീറ്റ്സ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഏത് സീറ്റിൻ്റെ എഗെയിൻസ്റ്റ് ആണോ അവരുടെ റോൾ നമ്പർ കിടക്കുന്നത് ആ സീറ്റിൽ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. പേപ്പർ വൈസ് എക്സംഷനുള്ള പേപ്പറിൽ കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പിയർ ചെയ്താൽ അവരുടെ എക്സംഷൻ ക്യാൻസൽ ചെയ്യും. എക്സംഷൻ കിട്ടി അതിനുശേഷമുള്ള 3 കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് എക്സാമിൽ മാത്രമേ എക്സംഷൻസ് വാലിഡ് ആയിട്ട് വരുള്ളൂ. എക്സാം ടൈമിൽ ബുക്കോ പേപ്പറോ നോട്ട്സോ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എക്സെട്ര, അഡ്മിറ്റ് കാർഡ്, ID കാർഡ്, എക്സാമിനേഷൻ ടൈം ടേബിൾ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അൺഫെയർ മീൻസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ ലേബിളാവും. ആൻസർ ബുക്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ആൻസേഴ്സ് 2 സൈഡിലും എഴുതാൻ പറ്റും. ആൻസേഴ്സിന് ഇടയിൽ നമ്മൾ ബ്ലാങ്ക് പേജസ് വിടാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ക്യാൻസലേഷൻ ലേബിളാവും എന്നാണ് പറയുന്നത്. പക്ഷെ വേണമെങ്കിൽ നമുക്ക് ഓരോ ആൻസറും ഓരോ പേജിൽ സ്റ്റാർട്ട് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു പേജായിട്ട് നമ്മൾ ലെഫ്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് ആൻസേഴ്സിൻ്റെ ഇടയ്ക്ക് പേജസ് ലീവ് ചെയ്യാൻ പാടില്ല. ആദ്യം തന്നിട്ടുള്ള ആൻസർ ബുക്കിൻ്റെ ബോത്ത് സൈഡ്സും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അഡീഷണൽ ഷീറ്റ് കൊടുക്കുകയുള്ളൂ. ആ ഒരു അഡീഷണൽ ഷീറ്റ് ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിരിക്കണം വിത്ത് ഡേറ്റ്. മാത്രമല്ല നമ്പർ ഓഫ് അഡീഷണൽ ഷീറ്റ് യൂസ്ഡും നമ്മൾ ആ ആൻസർ ബുക്കിൻ്റെ കവർ പേജിൽ മെൻഷൻ ചെയ്യണം. ഒരു സ്പെസിഫൈഡ് ബോക്സ് ഉണ്ട്, അതും ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുണ്ടാവണം. അഡീഷണൽ ഷീറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ബുക്കുമായിട്ട് അത് സെക്യൂർലി ഫാസ്റ്റൻ ചെയ്തിരിക്കണം. എല്ലാ കാൻഡിഡേറ്റ്സും അറ്റൻഡൻസ് ഷീറ്റ് മസ്റ്റായിട്ട് സൈൻ ചെയ്തിരിക്കണം. ഓരോ പേപ്പറിനും ഓരോ ഡേയിലും ആൻസർ സ്ക്രിപ്റ്റിന് എഗെയിൻസ്റ്റ് ഒരു സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അവർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പേപ്പർ ബാർകോഡഡ് സ്റ്റിക്കർ ഫിക്സ് ചെയ്യണം. അറ്റൻഡൻസ് ഷീറ്റ് സൈൻ ചെയ്യാതെ എക്സാം ഹാളിൽ പുറത്തു പോകാൻ പാടില്ല. ചെയ്യാതിരുന്ന ക്യാൻസലേഷന് ലയബിളാവും ആൻസർ ബുക്ക്. മൊബൈൽ ഫോൺ, ഡിജിറ്റൽ ഡയറി അല്ലെങ്കിൽ അതുപോലുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സോ ഡിവൈസസോ അതിൻ്റെ ഫിസിക്കൽ പൊസഷൻ അത് കയ്യിൽ വെച്ചിരിക്കുക എന്ന കാരണം അല്ലെങ്കിൽ യൂസേജ് ഇത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്, അങ്ങനെ വെക്കാൻ പാടില്ല. ഒരു കാൻഡിഡേറ്റും അവരുടെ കൂടെ ബുക്സോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ, ഹാൻഡ് റൈറ്റഡ് അല്ലെങ്കിൽ പ്രിൻറ്റഡ് നോട്ട്സോ, ചിറ്റ്സ് അല്ലെങ്കിൽ പീസസ് ഓഫ് പേപ്പേഴ്സോ, മൊബൈൽ ഫോണോ, സയൻറ്റിഫിക് അല്ലെങ്കിൽ പ്രോഗ്രാമബിൾ ആയിട്ടുള്ള കാൽക്കുലേറ്റേഴ്സോ, ബ്ലൂടൂത്തോ, ലാപ്ടോപ്പോ, പാം ടോപ്പോ അല്ലെങ്കിൽ
സ്മാർട്ട് വാച്ചോ ഹെൽത്ത് ബാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇലക്ട്രോണിക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസോ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സോ എക്സാമിനേഷൻ ഹാളിൽ ഒരു കാൻഡിഡേറ്റ്സും കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ എക്സാം ഹാളിലോ റൂമിലോ പ്രിമൈസസിലോ ഏതെങ്കിലും എക്സാമിന് ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്ന കേസിൽ അയാളെ സെർച്ച് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഫ്രിസ്ക് ചെയ്യുന്നതാണ് എന്തെന്ന് അയാൾ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒബ്ജെക്ഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് അവരുടെ കയ്യിൽ പൊസസ് ചെയ്യുന്നില്ല എന്ന് അവർ എന്ത് ചെയ്യണം, ഡെമോൺസ്ട്രേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിരിക്കണം. പേഴ്സണൽ ബിലോങ്ങിങ്സ് ഇൻക്ലൂഡിങ് മൊബൈൽ ഫോൺസ് നമ്മൾ എക്സാം റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടില്ല. കാൻഡിഡേറ്റ്സ് ഒരിക്കലും അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള വാല്യുബിൾ ബിലോങ്ങിങ്സൊന്നും എക്സാം വെന്യൂവിൽ കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ കൊണ്ടുപോയി അത് കളഞ്ഞു പോയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എക്സാം സെൻറ്റർ അതിൻ്റെ സേഫ് കീപ്പിങ്ങിന് റെസ്പോൺസിബിൾ അല്ല. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയൽസോ റൂമേഴ്സ് ഒന്നും സ്പ്രെഡ് ചെയ്യരുത് കാൻഡിഡേറ്റ്സ് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ് ലൈക്ക് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ, ടെലിഗ്രാം ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊന്നും കാൻഡിഡേറ്റ്സ് റൂമേഴ്സ് അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് ഓഫ് എനി കൈൻഡ് ഓഫ് മെറ്റീരിയൽ ഇതിനൊന്നും അവർ ചെയ്യരുത്. DOEയുടെ നോട്ടീസിൽ കൊണ്ടുവരിക അങ്ങനെ എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി ഒബ്സർവ് ചെയ്യുകയോ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുന്നതായിരിക്കും. റോൾ നമ്പറോ അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യന് അഗെയിൻസ്റ്റ് ആയിട്ട് ടിക്ക് മാർക്ക് ഇടുന്നതോ അല്ലാതെ ഒരു കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതാൻ പാടില്ല. ദാറ്റ് മീൻസ് റോൾ നമ്പർ എഴുതാൻ സ്ഥലത്ത് മാത്രം റോൾ നമ്പർ എഴുതുക, അത് മാത്രമല്ല അറ്റംപ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രം ടിക്ക് ചെയ്യുക, അല്ലാതെ വേറെ ഒന്നും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ അഡ്മിറ്റ് കാർഡിലോ സ്റ്റുഡൻറ്റ് ID കാർഡിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല ക്വസ്റ്റ്യൻ പേപ്പർ, അഡ്മിറ്റ് കാർഡ്, സ്റ്റുഡൻറ്റ് ID, സ്കെയിൽ, പെൻ, കാൽക്കുലേറ്റർ, സാനിറ്റൈസർ, വാട്ടർ ബോട്ടിൽ ഇതുപോലുള്ള കാര്യങ്ങളല്ലാതെ എക്സാം ഹാളിൻ്റെ അല്ലെങ്കിൽ റൂമിൻ്റെ പുറത്തേക്ക് മറ്റ് ഒരു പേപ്പറോ ഒന്നും പുറത്ത് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ഹിൻസോ ബുള്ളറ്റ് പോയിൻറ്റ്സോ ഷോർട്ട് ആൻസേഴ്സോ ഒന്നും എഴുതാൻ പാടില്ല. അത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. എക്സാം ഡ്യൂട്ടിയുള്ള സെൻറ്റർ സൂപ്പറിൻറ്റൻഡൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ജനറൽ ഒബ്സർവേഴ്സിൻ്റെയോ കയ്യിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷനോ അല്ലെങ്കിൽ അഡ്വൈസോ ഒന്നും ആരെടുക്കാൻ പാടില്ല, കാൻഡിഡേറ്റ്സ് എടുക്കാൻ പാടില്ല. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിനെയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള അതായത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ അഡ്വൈസോ ഇൻ്റർപ്രിട്ടേഷനോ ഒന്നും ഇൻവിജിലേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ല. എക്സാം കംപ്ലീറ്റ് ചെയ്ത് സെയിം ഡേ അല്ലെങ്കിൽ ആഫ്റ്റർ കൺക്ലൂഷൻ ഓഫ് എക്സാമിനേഷൻ മൊത്തത്തെ എക്സാം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ എക്സാം കഴിഞ്ഞ് സെയിം ഡേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ടിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് റെപ്രസെൻറ്റേഷൻ നടത്താൻ ആ കാൻഡിഡേറ്റ്സിന് പറ്റും. പക്ഷേ ഇൻവിജിലേറ്റേഴ്സിനോടൊന്നും ചോദിക്കാൻ പാടില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉണ്ടോ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് COVID-19 ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുക. ഇൻവിജിലേറ്ററിൻ്റെ സ്പെസിഫിക് ആയിട്ട് പെർമിഷൻ ഇല്ലാതെ ഒരു കാൻഡിഡേറ്റിനും അയാളുടെ സീറ്റിൽ നിന്ന് ലീവ് ചെയ്യാൻ പാടില്ല. ഡ്യൂറിങ് എക്സാം ടൈമിൽ ഓരോ ടേമിൻ്റെ കൺക്ലൂഷന് ശേഷം ആ ഡേറ്റ് തൊട്ട് 1 ഇയർ വരെ ഈ ഇവാലുവേറ്റ് ചെയ്ത ആൻസർ സ്ക്രിപ്റ്റ്സ് പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കും. എക്സാം മാറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്തൊരു ഡിസ്പ്യൂട്ട്സ് വന്നാലും അത് കൽക്കട്ട കോർട്സിൻ്റെ ജൂറിസ്ഡിക്ഷനിലായിരിക്കും വരുന്നത്. എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഫൈനൽ ഡിസിഷൻസ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും എടുക്കുന്നത്. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് പോർട്ടലായിട്ടുള്ള നമ്മുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചോദിക്കുക. ഇത്രയേ ഉള്ളൂ. CMA exam June 2021 instructions to examinees.